മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോപി. സുരേഷ് ഏട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. സുരേഷ് ഏട്ടൻ വളരെ കറക്റ്റ് ടൈമിലാണ് വന്നിരിക്കുന്നത്. കാരണം ന്യൂ ഇയറിന്റെ ഒരു സെലിബ്രേഷന്റെ ഇങ്ങനെ വക്കത്ത് നിൽക്കുമ്പോഴാണ് സുരേഷ് ഏട്ടൻ വന്നിരിക്കുന്നത്. എല്ലാ സെലിബ്രേഷനും ഇതേപോലെ ഒരു ഐശ്വര്യമുള്ള ഒരാൾ വരുമ്പോൾ എപ്പോഴും ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഐശ്വര്യം ഇങ്ങോട്ട് കിട്ടാൻ പോകുന്നതാണോ എന്നാണ് എനിക്ക് ഇപ്പൊ സംശയം. ഐശ്വര്യം പറഞ്ഞതെന്നുള്ളത് നമ്മൾക്ക് ഇവിടെ വ്യക്തമാണ്. ഒരുപാട് ഐശ്വര്യങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അവരെ എല്ലാം കടന്നിങ്ങോട്ട് കയറി വന്നു. നമ്മൾ ആണുങ്ങൾ കണക്കാക്കുന്നില്ല, സ്ത്രീകളെ മാത്രമാണ് നോക്കി പറഞ്ഞതെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും. ഐശ്വര്യ എന്ന് ഞാൻ പറഞ്ഞില്ല, ഐശ്വര്യങ്ങൾ എന്നാണ് ചോദിച്ചോട്ടെ, ഈ കുറിയുടെ രഹസ്യം എന്താണ്? ഈ ഒരു ഗോപിയൊക്കെ തൊട്ടിട്ടാണല്ലോ. അതൊരു ഐശ്വര്യമാണ്. കാരണം എന്റെ മൂകാംബിക ദേവിയാണ് എന്റെ നെറ്റിയിലുള്ളത്. നെഞ്ചത്തും ഉണ്ട്. നെഞ്ച് നമുക്ക് കാണിച്ചു നടക്കാൻ പറ്റില്ല. നെഞ്ചത്തിടും ആദ്യം, എന്നിട്ട് നെറ്റിയിലിടും. ഏതായാലും സുരേഷ് ചേട്ടന്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ കോടീശ്വരൻ എന്ന് പറയുന്ന ആ ഒരു പരിപാടിയുടെ നിറവിൽ നിന്നും ഇനി അടുത്ത ഒരു വരവെന്ന് പറയുന്നത് പനയമുട്ടം സുരയായിട്ടാണ്, ഡോൾഫിൻ ബാറിൽ. അതിനിടയ്ക്ക് നമ്മുടെ സലാം കാശ്മീർ വരാനുണ്ട്. അങ്ങനെ ഇനിയിപ്പോ അങ്ങോട്ട്, അല്ലെങ്കിൽ 2014 എന്ന് പറയുന്ന വർഷം സുരേഷ് ഗോപിയുടെ ഒരുപാട് റിലീസുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന വർഷവും കൂടിയാണ്. ഞാൻ അങ്ങനെ ഒരിക്കലും അവകാശപ്പെടുന്നില്ല 2014 എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നില്ല. കാരണം അതിൽ ഒതുങ്ങിപ്പോകരുത്. അതുകൊണ്ട് തന്നെ അതിൽ വരും വർഷങ്ങളിൽ നമ്മുടെ സ്ഥാനവും കൂടി നമുക്ക് കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ഉണ്ടാവണം കൂട്ടത്തിൽ, നമ്മുടെ യോഗ്യമായ ഒരു സ്ഥാനം. അത് ചെയ്യുന്ന സിനിമകളുടെ മികവ്, ആ മികവുള്ള സിനിമയിൽ എൻ്റെ പ്രകടനം മികവുറ്റതാവുക, അങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് എല്ലാം കൂടി ഒത്തുവരുന്ന നല്ല ഓടുന്ന സിനിമകൾ മാത്രമല്ല, ഓടുന്ന സിനിമകളെല്ലാം തന്നെ ആരും ചോദ്യം ചെയ്യാത്ത തത്വം, പൊരുൾ, ഒരു സമൂഹത്തിന്, ഒരു ജനറേഷന് തന്നെ സമ്മാനിക്കുന്ന ഒരു. ഞാൻ എപ്പോഴും കാണുന്നത് 94 റിലീസായ കമ്മീഷണർ, 93 റിലീസായ ഏകലവ്യൻ, 92 റിലീസായ കുറ്റപത്രം, തലസ്ഥാനം. ഈ 4 സിനിമകൾ. ഇത് കഴിഞ്ഞ് 97 വന്ന കളിയാട്ടം, ലേലം, ഇങ്ങനെ ഒരു നിര. അതിനുശേഷം വന്ന പത്രം, വാഴുന്നൂർ, ക്രൈം ഫയൽ, തെങ്കാശിപ്പട്ടണം എന്ന് പറയുന്നതിനകത്ത് ഒരു വേരിയൻസ് വളരെ വളരെ പ്രകടമാണ്, അല്ലെ? ഇവ 2 IPS വേഷങ്ങളാണ് ഏകലവ്യനിലുള്ളതും കമ്മീഷണറിലുള്ളതും. പക്ഷെ രണ്ടിനും 2 നട്ടെല്ലാണുള്ളത്, 2 തരം. ഒന്ന് വളരെ സ്വീറ്റ് ആണ്, മാധവൻ IPS വളരെ സ്വീറ്റ് ആണ്. കമ്മീഷണർ ഭരചന്ദ്രൻ വളരെ സ്വീറ്റുമാണ്, വളരെ ബിഹേവിയറൽ പാറ്റേൺ ഉള്ള ആളാണ്. ആരെ എന്ത് വിളിക്കണമെന്ന് വളരെ വ്യക്തമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക്, അന്നത്തെ പുതിയ തലമുറയ്ക്ക് നൽകിയ സന്ദേശം ഇതൊക്കെ വിളിക്കണം, പക്ഷെ ആരെ വിളിക്കണം, ഏത് സന്ദർഭത്തിൽ വിളിക്കണം എന്ന് പറയുന്ന വിവേകം നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ആ ഒരു തലമുറയിലാണോ ഒതുങ്ങിയത്? എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷം കഴിഞ്ഞ് ജനിക്കുന്ന കുഞ്ഞിനും കൂടിയുള്ള സമ്മാനമാണ് ഭരചന്ദ്രൻ, അല്ലെ? അപ്പൊ അങ്ങനെ തലമുറകൾക്കതീതമായി, തലമുറകൾ താണ്ടിക്കൊണ്ടേയിരിക്കുന്ന ചലച്ചിത്ര വ്യവസായത്തിലൂടെ, അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തനത്തിലൂടെ, വിഹായസിലൂടെ നമുക്ക് തലമുറകളോളം, യുഗങ്ങളോളം നിലനിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള മികവുറ്റ സിനിമകൾ, അതിലെ എൻ്റെ കഥാപാത്രങ്ങൾ എല്ലാം സമ്മാനിക്കാൻ സാധിക്കണം. അത് ഒരുപക്ഷെ ചരിത്രത്തിന്റെ ഭാഗമാക്കുന്നതിന് അഭിനയിച്ച് ചരിത്രത്തിന്റെ ഭാഗമാകും. 15, 16, 17 ഒരു യുവതാരം മാത്രം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നാ മതിയോ? ബാക്കി യുവതാരങ്ങളൊക്കെ ആദ്യമേ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലേ, എല്ലാവരും വേണം, എല്ലാവരും വേണം. കൂട്ടത്തിൽ എന്റെ സ്ഥാനം ചോദിച്ചതെന്ന് വെച്ചാൽ അടുത്ത ഏതെങ്കിലും പടത്തിൽ വിളിക്കുമോ എന്നുള്ളതാണ്. അടുത്ത ഏതെങ്കിലും പടത്തിൽ വിളിക്കുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അത് നൈല തന്നെ അവകാശപ്പെടുന്നത്. ഞാനല്ലാതെ ആരാണ് സുരേഷ് ചേട്ടന്റെ ഹൈറ്റിന് സുരേഷ് ചേട്ടന് മാച്ച് ആയിട്ടുള്ള ഒരു ഹീറോയിൻ ഇപ്പൊ വേറെ ആരാണുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളുണ്ട്, ഒരാളുണ്ടല്ലോ വീട്ടില്, രാധിക എന്ന് പറയും. മാച്ചാണ് ഹീറോയിൻ. മാത്രമല്ല, ഇപ്പൊ മലയാള സിനിമയിൽ നിന്നൊരു സൂപ്പർ താരം പോയി ഒരു യുവതാരമായി മടങ്ങി വരുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് ഇപ്പൊ പല യുവതാരങ്ങളും പറയുന്നു. സുരേഷ് ചേട്ടൻ ഇപ്പം തിരിച്ചു വരുന്നത് വളരെ എന്താ പറയുന്ന വളരെ ചെറുപ്പം നിറഞ്ഞ ഒരു ലുക്കിലാണ്. സുര എന്ന പനയമുട്ടം സുര. അതെ, ആ ക്യാരക്ടറിന്റെ കാര്യം നമുക്ക്
എന്തായാലും GKF-ലോട്ടും കാര്യങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ അൺവീൽ ചെയ്യാൻ പറ്റി. ഡോൾഫിൻ ബാറിലെ ആ ക്യാരക്ടർ. തിരുവനന്തപുരത്തുകാരെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്, ഓരോ പ്രദേശത്തും ഇപ്പൊ ഓരോ ജില്ലയിലും ഓരോ ഡയലക്റ്റാണ്. മലയാളം തന്നെ ഏതാണ്ട് 36 രീതിയിലാണ് കേരളത്തിൽ പറയുന്നത്. നമുക്ക് സംസ്ഥാനത്ത് ആകെ 14 ജില്ലകളാണല്ലോ. പക്ഷെ ഓരോ ജില്ലയിലും വേരിയൻസ് ഉണ്ട്. അപ്പൊ ഏതാണ്ട് 36 38 രീതിയിലാണ് മലയാളം വ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് അതിന്റെ ഭാഷ്യത്തിൽ. അപ്പൊ ഇതിൽ ഏതെടുത്ത് പറഞ്ഞാലും മറ്റുള്ള 37 പ്രദേശക്കാർക്ക് ഉടനെ ഇതൊരു തമാശയായിട്ടാണോ തോന്നേണ്ടത്? അവര് അത്യാവശ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ ഡയലക്ട് അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല, അതൊരു കുറവായിട്ട് അവർ കാണണം. തിരുവനന്തപുരമാണ് പരസ്യമായിട്ട് എല്ലായിടത്തും ആൾക്കാർക്ക് ആനന്ദം പകരുന്ന രീതിയിൽ, തമാശയല്ല, ആക്രിയല്ല, നല്ല 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 കരുത്തുള്ള ഒരു വ്യാഖ്യാനം എന്ന നിലയ്ക്ക് തിരുവനന്തപുരം ഭാഷയാണ് ഏറ്റവും അധികം. ഞാനത് സംസാരിക്കുമ്പോഴും ഞാൻ തിരുവനന്തപുരത്തുകാരനല്ല, ഞാൻ ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ ജനനം, അവിടുന്ന് പഠിച്ച് വളർന്നതും ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ല അംശങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ പകർത്തി തന്ന കൊല്ലത്ത് എന്റെ ഗ്രാമം, ഭരണിക്കാവ്, മാടനട പ്രദേശത്തുള്ള എന്റെ ചുറ്റുമുണ്ടായിരുന്ന എന്നിലേക്ക് ഞാൻ അടുത്ത ഒരുപാട് നല്ല മനുഷ്യർ മാത്രം. അതില് മോശപ്പെട്ട ആൾക്കാരുമായിട്ട് അടുത്തിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഇവിടെ എത്തില്ല. അപ്പോ ഒരു ജീവൻ, ഒരു ജന്മം നല്ലതായി ഭവിക്കുന്നുവെങ്കിൽ ആ നല്ലത് എന്ന് നമ്മൾ പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കി വന്ന വഴിയിൽ വന്ന വീണ അംശങ്ങളാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. നല്ല അച്ഛനമ്മമാർ ബേസിക് ആയിട്ടുണ്ടാവുക, നല്ലത് മാത്രമായ സുഹൃത്തുക്കൾ ഉണ്ടാവുക, നല്ല അധ്യാപകരുണ്ടാവുക, നല്ലത് മാത്രം അറിയുക, ചീത്തയും അറിയുക,